ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന എല്ലാ യാത്രകളും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അതിൽ എന്തെങ്കിലും ഒരു ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം കണ്ടുപിടിച്ചൊരു ഫുഡ് സ്പോട്ടാണ് ഈറോഡ് അമ്മൻ മെസ്. നയൻതാരയും ഹസ്ബൻഡും പോപ്പുലർ ആക്കിയ ജപ്പാൻ ചിക്കൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അത് തന്നെയാണ് സ്ഥലം. ഇറങ്ങിയപ്പോൾ തൊട്ട് കൊച്ചി എത്തണ വരെ മോസ്റ്റ്ലി മഴ തന്നെയായിരുന്നു. പക്ഷെ നല്ലൊരു പച്ചപ്പും നനവും ഒക്കെയുള്ള ഒരു ഹാപ്പി ക്ലൈമറ്റ് ആയിരുന്നു ഓൾ ടുഗെദർ. ലഞ്ച് കഴിക്കാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് മോർണിംഗ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായപ്പം A to B കയറിയിട്ട് ഒരു ദോശയും ഒരു വടയും ഷെയർ ചെയ്ത് കഴിച്ചു. ഒരബദ്ധം പറ്റിയത് ഓപ്പണിംഗ് ടൈം ഗൂഗിളിൽ 11 മണിയായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 12 മണിക്ക് കട തുറക്കുകയുള്ളൂ. പിന്നെ ഒരു മണിക്കൂർ പോസ്റ്റായിട്ട് അവിടെ കത്തിയും വെച്ചിരുന്നു. ദിവാലി ആയതുകൊണ്ട് തന്നെ പുറത്ത് കടകളൊന്നും തന്നെ തുറന്നിട്ടുണ്ടായില്ല. കാത്തിരിപ്പിന് ശേഷം ഒരു 11:50 ഒക്കെ ആയപ്പോൾ ഒരു കട ഓപ്പൺ ആക്കി. ഞങ്ങൾ ഓർഡർ ആക്കിയ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം. കാരണം ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഓർഡർ ചെയ്തിട്ടുണ്ടായി വിശപ്പ് കാരണം. ടു ബി ഓണസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാവുന്നത് ജപ്പാൻ ചിക്കൻ ആണ്. കാരണം ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നി. പൊതുവേ ഈ സേവറി ഡിഷിന്റെ ചോറിന്റെയും കൂടെ ഒന്നും അങ്ങനെ സ്വീറ്റ് ഐറ്റംസ് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. കാരണം ഒരുവിധം എല്ലാവരും തന്നെ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായി ജപ്പാൻ ചിക്കൻ. പക്ഷെ മട്ടൻ നല്ലി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയും ഭയങ്കര വേർത്തായിരുന്നു. 250 രൂപയ്ക്ക് നമുക്ക് നല്ലോണം പീസും ഉണ്ടായി, നല്ല ഫ്ലേവറും ഉണ്ടായി.